ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. 7ാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തിരുവനന്തപുരം ജില്ലയിലെ സർക്കാർ സ്ഥാപനത്തിൽ സെക്യൂരിറ്റി നെറ്റ് ഗാർഡ് തസ്തികയിൽ ഓപ്പൺ ETB വിഭാഗങ്ങളിലായി 2 താൽക്കാലിക ഒഴിവുകൾ വന്നിട്ടുണ്ട്. വനിതകൾക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക. 7ാം ക്ലാസ് പാസും 2 വർഷത്തെ തൊഴിൽ പരിചയവുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പ്രായപരിധി 2024 ജനുവരി 1-ന് 18-നും 41-നും ഇടയിലാണ്. പ്രതിമാസ ശമ്പളം 12,000 രൂപയാണ് ലഭിക്കുന്നത്. അപ്പോൾ നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അതാത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ 2024 മെയ് 13-ന് മുൻപായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സംവരണ വിഭാഗക്കാരുടെ അഭാവത്തിൽ സംവരണ ഇതര വിഭാഗക്കാരെയും പരിഗണിക്കുന്നതായിരിക്കും. അടുത്തത് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സിൻ്റെ ഉടൻ ആരംഭിക്കുന്ന ഷോറൂമുകളിലേക്കാണ് വിവിധ തസ്തികകളിലേക്ക് ഇൻ്റർവ്യൂ നടത്തുന്നത്. ആദ്യം സെയിൽസ്മാൻ പോസ്റ്റാണ്. ഗോൾഡ് ആൻഡ് ഡയമണ്ട് സെക്ഷനിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ജ്വല്ലറി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. അടുത്തത് സെയിൽസ്മാൻ ട്രെയിനി തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഫ്രഷേഴ്സിന് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ പോസ്റ്റാണ്. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ബില്ലിംഗ് സെക്ഷനിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അടുത്തത് ഷോറൂം മാനേജർ പോസ്റ്റാണ്. ജ്വല്ലറി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. അടുത്തത് മാർക്കറ്റിംഗ് മാനേജർ പോസ്റ്റാണ്. മാർക്കറ്റിംഗിൽ റെലവൻറ്റ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. ഇൻ്റർവ്യൂ നടക്കുന്നത് 2024 മെയ് 8-ന് ബുധനാഴ്ച തൃശ്ശൂർ വെച്ചിട്ട് രാവിലെ 10:30 മുതൽ 1 മണി വരെയാണ്. ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലം ബോബി ചെമ്മണ്ണൂർ കോർപ്പറേറ്റ് ഓഫീസ്, മംഗളോദയം ബിൽഡിംഗ്, റൗണ്ട് സൗത്ത്, തൃശ്ശൂർ വെച്ചിട്ടാണ്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സിൻ്റെ കോഴിക്കോട് ആരംഭിക്കുന്ന പുതിയ ഷോറൂമിലേക്കാണ് വിവിധ തസ്തികകളിലേക്ക് ഇൻ്റർവ്യൂ നടത്തുന്നത്. ആദ്യം സെയിൽസ്മാൻ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഗോൾഡ് ആൻഡ് ഡയമണ്ട് സെക്ഷനിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ജ്വല്ലറി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. അടുത്തത് സെയിൽസ്മാൻ ട്രെയിനി തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഫ്രഷേഴ്സിന് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് സെയിൽസ് ഗേൾ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഫ്രഷേഴ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ പോസ്റ്റാണ്. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ബില്ലിംഗ് സെക്ഷനിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. അടുത്തത് ഷോറൂം മാനേജർ പോസ്റ്റാണ്. ജ്വല്ലറി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. അടുത്തത് റിസപ്ഷനിസ്റ്റ് പോസ്റ്റാണ്. ഫ്രഷേഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് മാർക്കറ്റിംഗ് മാനേജർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. മാർക്കറ്റിംഗിൽ റെലവൻറ്റ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇൻ്റർവ്യൂ നടക്കുന്നത് 2024 മെയ് 10 വെള്ളിയാഴ്ച മാവൂർ റോഡ് വെച്ചിട്ടാണ്. രാവിലെ 10:30 മുതൽ 1 മണി വരെയാണ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലം ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്, ഷറാറ ബിൽഡിംഗ്, മാവൂർ റോഡ്, കാലിക്കറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു 2 നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.